പുറത്തെ വിപണിയിലേക്കൊന്നു പോയാൽ പലവ്യഞ്ജനങ്ങളുടെ വിലയും ഓണക്കാലത്ത് കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചൊരു തിരിച്ചടിയാണ്. അരി കിലോയ്ക്ക് 5 രൂപ വരെ കൂടിയപ്പോൾ പഞ്ചസാര വില 60 രൂപയ്ക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വെളിച്ചെണ്ണയ്ക്കും വില കൂടിയതിനാൽ ഉപ്പേരിയും ശർക്കര വരട്ടിയും വാങ്ങാൻ കാശ് കുറച്ചധികം കൊടുക്കേണ്ടി വരും. പഞ്ചസാരയ്ക്കും ശർക്കരയ്ക്കും വില ഉയർന്നതോടെ ഇത്തവണത്തെ ഓണപ്പായസത്തിന് കടുപ്പമേറും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. കോഴിക്കോട് നിന്ന് വലിയങ്ങാടിയിൽ നിന്ന് AK അഭിലാഷ് നമുക്കൊപ്പം ചേരുകയാണ്. AK അഭിലാഷ്, അപ്പോൾ ഓണത്തിനൊരല്പം മധുരം കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ചാൽ കീശ കാലിയാക്കേണ്ടി വരുമെന്നതാണോ സാഹചര്യം? ആര്യ, തീർച്ചയായിട്ടും ഓണത്തിൽ അല്പം മധുരം കുറയും എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും പഞ്ചസാരയുടെയും ശർക്കരയും വില വർദ്ധിക്കുന്നു. ഇന്നിപ്പോൾ 59 രൂപയ്ക്കാണ് ഇന്നിപ്പോൾ ഇവിടെ പഞ്ചസാര വിൽക്കുന്നത്. പക്ഷേ അത് നാളത്തേക്ക് വന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് അത് 61ഉം 63ഉം രൂപയാണ് എന്നാണ് ഇവിടെയുള്ള കടയുടമ തന്നെ പറയുന്നത്. നമുക്കറിയാം E20 പെട്രോളുമായൊക്കെ ബന്ധപ്പെട്ട് ഈ കരിമ്പിനൊക്കെ വലിയ ഡിമാൻഡൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ശർക്കരയ്ക്കും അതോടൊപ്പം തന്നെ പഞ്ചസാരയ്ക്കൊക്കെ വില കൂടുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം മുളകിന് വില കൂടിയിട്ടുണ്ട്. 290 രൂപയാണ് ഇപ്പോൾ മുളകിനുള്ളത്. അത് നേരത്തെ തന്നെ വർദ്ധിച്ചതാണ് എന്നാണ് കടയുടമകൾ പറയുന്നത്. പക്ഷേ ധാന്യങ്ങൾക്ക് അത്രത്തോളം വില വർദ്ധിച്ചിട്ടില്ല. അതായത് പയറാണെങ്കിലും കടലയാണെങ്കിലും സാമ്പാർ പരിപ്പാണെങ്കിലും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന അതേ വിലയാണ്. 130ഉം അതോടൊപ്പം തന്നെ 85 രൂപ, അങ്ങനെ ആ റേഞ്ചിൽ തന്നെയാണ്. അത് വലിയ വർധനവ് ഉണ്ടായിട്ടില്ല. ഏതായാലും നമുക്ക് കടയുടമ ഉടമ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉസ്മാനാണ്. ഞാൻ സാധാരണ രീതിയിൽ സാധനം വാങ്ങുന്നൊരു കട കൂടിയാണിത്. നമുക്ക് ഉസ്മാൻകാരോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ തവണത്തെ വില? പയർവർഗ്ഗങ്ങൾക്കല്ലേ സാധാരണ നിലവിലുള്ള വില മാത്രം. ഈ മുളക്, മല്ലി, മഞ്ഞൾ, പഞ്ചസാര, ശർക്കര എന്നീ സാധനങ്ങൾക്കാണ് ഇവിടെ വില കയറിയത്. പഞ്ചസാരയ്ക്ക് എത്രത്തോളം കൂടിയിട്ടുണ്ട്? പഞ്ചസാരക്ക് ഇപ്പോൾ ഇന്ന് തന്നെ ഒരു ചാക്ക് 50 കിലോ ചാക്കിന് 30-80 പറയുന്നുണ്ട്. ഇന്ന് വേറെ 30-50 വിൽക്കുന്ന കടകളും ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കരമായ വിലക്കയറ്റാണ്. ഇന്നത്തെ റേറ്റ് നാളെ ഇല്ല. നാളെ ഇപ്പോൾ അന്വേഷിച്ചാൽ ഇതിൻ്റെ മേലെ 150-200 രൂപ അധികമാണ് പറയുന്നത്. അതായത് ഇപ്പോൾ പഞ്ചസാരയ്ക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ 61 രൂപയുണ്ട്. 61 രൂപയുണ്ട്. 61ഉം 61-60 പറയുന്നുണ്ട്. ചില്ലറ വിൽപ്പനശാലയിലേക്ക് എത്തുമ്പോൾ ഇനിയും കൂടും. ഈ ചില്ലറ വിൽപ്പനശാലയിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ 30-80 വാങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു 25 രൂപ ഒരു പോട്ടർ കൂലി കൊടുത്തു കഴിഞ്ഞാൽ 31 രൂപ ഞങ്ങൾക്ക് വില വരും. 61 രൂപ. ഞങ്ങളത് വിൽക്കുന്നത് 62-63 രൂപക്കാണ്. ഒരു കിലോൻ്റെ മേലെ നമുക്ക് ഒരു റുപ്യ 1.25 കിട്ടും. അത്രേ കിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് കിട്ടൂല. ഉഴുന്ന് പരിപ്പ്, ശർക്കര പരിപ്പ് അങ്ങനത്തെ ഒക്കെ സ്റ്റഡി മാർക്കറ്റാണ്. അതൊന്നും വില കൂടിയിട്ടില്ല. വെള്ളുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ഉള്ളിക്ക് കുറേ മുന്നേ കൂടിയതാ. ഒരു 5-6 മാസം മുന്നേ കൂടിയതാ. ആ റേറ്റ് തന്നെ എപ്പോഴും. മറ്റുള്ള സാധനങ്ങൾക്ക് വലിയ കയറ്റമില്ല. ഇല്ല, വേറെ ഒന്നുമില്ല. കാര്യമായിട്ടുള്ളത് പഞ്ചസാര, ശർക്കര, മുളക്, കാശ്മീരി മുളക്, മഞ്ഞൾ, മല്ലി, ഈ സാധനങ്ങൾക്കാണ് അധിക വില. അരി, ഇത്തരം സാധനങ്ങൾക്ക് വില കയറിയിട്ടുണ്ട്. നമുക്ക് അരിയുടെ വില കൂടി ഒന്ന് നമുക്ക് നോക്കാൻ തോന്നുന്നു. കാരണം വലിയങ്ങാടിയിലെ ഹോൾസെയിൽ കടയാണ്. ആ കടയിലാണ് ഇത്തരത്തിൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി അരിക്ക് എങ്ങനെയാണ് വില വർധനവുണ്ടായത് എന്നുള്ള കാര്യമാണ് നമുക്ക് ചോദിക്കേണ്ടത്. ചേട്ടാ, എങ്ങനെയാണ് അരിക്കൊക്കെ വില കൂടിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് കൂടിയത് തന്നെ. 2 ആഴ്ച മുമ്പ് കൂടി? പിന്നെ കൂടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒക്കെ സ്റ്റഡി മാർക്കറ്റാണ്. അപ്പോൾ എത്ര കൂടിയിട്ടുണ്ടായിരുന്നു? അന്ന് ഒരു അരിക്ക്, പൊന്നി അരിക്ക് ഒരു 5-8 രൂപ കൂടി, കുറുവൊക്കെ ഒരു 2 രൂപ 3 രൂപ ലെവലിൽ. ഓണത്തിന് മുമ്പായി തന്നെ വില കൂടി? അതെ, അത്രേ ഉള്ളൂ. എങ്ങനെ കച്ചവടം ഉണ്ടോ ഇന്ന്? കച്ചവടം കുഴപ്പമില്ല. മാവേലി സ്റ്റോറുകളൊക്കെ വലിയ രീതിയിലുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. കച്ചവടമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വില കയറി? ഇല്ല. ഇത് തന്നെയാണ്. ഈ അരിക്കൊക്കെ കഴിഞ്ഞ 15 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ 8 രൂപ വരെ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഓണക്കാലത്ത് വർദ്ധിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമായി തന്നെ കാണണം. മറ്റുള്ള സാധനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചസാരയാണെങ്കിലും ശർക്കരയാണെങ്കിലും അതിനൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. മുളകിനടക്കം വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഓക്കെ, AK അഭിലാഷാണ് കോഴിക്കോട് വലിയങ്ങാടിയിൽ നിന്ന് നമുക്കൊപ്പം ചേർത്തത്. അപ്പോൾ ശർക്കരയ്ക്കും പഞ്ചസാരയ്ക്കും മുളകിനും അരിക്കും ഒക്കെ ഒരല്പം വില കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊരു ഓണക്കാലത്തോടനുബന്ധിച്ച് കൂടിയതാണെന്ന് പറയാൻ കഴിയില്ല. ഒരു 10-15 ദിവസം മുമ്പേ അങ്ങ് കൂടിയിട്ടുണ്ട്. പക്ഷേ താങ്ങാവുന്ന വിലക്കയറ്റമേ ഉള്ളൂ എന്നുള്ളതാണ് വിപണിയിൽ നിന്നുള്ള ഒരു പൊതു സംസാരം. എന്നാൽ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നിലവിൽ പറയാനുള്ളത്.